എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അവരുടെ ആനുവൽ എക്സാം അഥവാ നിങ്ങളുടെ വാർഷിക പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ആൻസേഴ്സുമാണ് കേട്ടോ. അപ്പം നമ്മുടെ ആനുവൽ എക്സാമിന് കൂട്ടുകാർക്ക് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം കൂട്ടുകാർക്ക് ഇൻ്റഗ്രേഷൻ അഥവാ ഉത്ഗ്രഥനം 1ാം ദിവസം 2ാം ദിവസം എന്ന് പറഞ്ഞിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതിൽ കൂട്ടുകാർക്ക് മലയാളവും അതുപോലെ തന്നെ ഗണിതവും അഥവാ മാത്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഇൻ്റഗ്രേഷൻ ഡേ 1 ഡേ 2 2 ദിവസവും നമുക്ക് ഇംഗ്ലീഷും മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, ആ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എക്സാമിനൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് മിസ്സ് പറയുന്നത് കേട്ടോ. മക്കളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം ഈ ഒരു മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഫോൾഡറിൽ മിസ് ഈ ഒരു PDF അപ്ലോഡ് ചെയ്ത് വെക്കാം, മക്കൾ നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് 1ാമത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം. ചായം ചാർത്താം എന്നുള്ളൊരു പ്രവർത്തനമാണ്. അപ്പം ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഉണ്ടായിരിക്കും കേട്ടോ. അതായത് മക്കൾക്ക് എന്തെങ്കിലും ഒരു ഭംഗിയുള്ള ചിത്രം തന്നിട്ട് ആ ചിത്രത്തിന് യോജിച്ച രീതിയിൽ നിറം നൽകൂ എന്നുള്ള രീതിയിലൊരു പ്രവർത്തനം ഉണ്ടായിരിക്കും. നോക്കിക്കേ മക്കളെ, ഒരുമയോടും സന്തോഷത്തോടും കഴിയുന്ന ധാരാളം ജീവികളുള്ള മഞ്ഞണിക്കാട്. ഇന്ന് മഞ്ഞണിക്കാട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ആരെല്ലാമാണെന്ന് നോക്കൂ. ചിത്രം നിറം നൽകി മനോഹരമാക്കൂ. അപ്പോൾ ഇതുപോലെ മക്കൾക്ക് ഒരു ചിത്രം തന്നിട്ട് ചിത്രത്തിന് ഓരോന്നിനും യോജിച്ച രീതിയിലുള്ള നിറം നൽകാനായിട്ട് പറയും. ഓക്കെ മക്കളെ, അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യല്ലോ. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് കളർ പെൻസിൽ നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം കേട്ടോ. അത് മലയാളം എക്സാമിന് മാത്രമല്ല, എല്ലാ എക്സാമിനും ഇൻ്റഗ്രേഷൻ ഡേ 1 ഡേ 2 ഇംഗ്ലീഷ് അതുപോലെ തന്നെ അറബിയുള്ള കൂട്ടുകാരാണ് അറബി, സംസ്കൃതം എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ എക്സാമിന് പോകുന്ന സമയത്തും കളർ പെൻസിൽ മക്കൾ കയ്യിൽ കരുതിക്കോളൂ. നമുക്ക് നിറം നൽകാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് 2ാമത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ക്ഷണക്കത്ത് തയ്യാറാക്കാനായിട്ട്. ഓക്കെ മക്കളെ, ചോദ്യം ഇതാണ്: മഞ്ഞണിക്കാട്ടിൽ മൃഗങ്ങൾ പുതുവത്സരം ആഘോഷിക്കാൻ തീരുമാനിച്ചു. എല്ലാ ജീവികളെയും പുതുവത്സരാഘോഷത്തിന് ക്ഷണിക്കണം. അതിനായി ചിമ്പൻ കരടി ക്ഷണക്കത്ത് തയ്യാറാക്കി. നിങ്ങളും ക്ഷണക്കത്ത് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതുപോലൊരു കത്ത് തയ്യാറാക്കാവുന്ന ഒരു പ്രവർത്തനം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കത്തൊക്കെ നമ്മൾ ഒരുപാട് ക്ലാസ്സിലുള്ള ആക്ടിവിറ്റി പ്രവർത്തനങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പം നമുക്ക് ഇത്തരത്തിൽ കത്ത് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് 1-2 മാർക്കുകൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിന് മക്കൾക്ക് എന്തറിഞ്ഞിരിക്കണം? കത്ത് തയ്യാറാക്കേണ്ട ഫോർമാറ്റ് മക്കൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഒരു കത്ത് തയ്യാറാക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം മക്കൾക്ക് അറിയാമെങ്കിൽ 5 മാർക്കിൽ 1 അല്ലെങ്കിൽ ഒരു 2 മാർക്കൊക്കെ ഈസി ആയിട്ട് മക്കൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി മക്കൾ കത്ത് എഴുതുന്നതിനനുസരിച്ചുണ്ടായിരിക്കും മിസ് ഇത് ഈസി ആയിട്ട്, അതായത് അധികം ഒന്നും എഴുതാതെ തന്നെ മക്കൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, അപ്പം നമുക്ക് കത്ത് തയ്യാറാക്കുന്ന സമയത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ. ഒന്നിതാ ഇത്, പിന്നെ ഇത്, അതുപോലെ തന്നെ ഇതാ ഇവിടെ ലാസ്റ്റ് തന്നിട്ടുള്ള ഈ ഒരു ഭാഗം. ഈ 3 കാര്യങ്ങൾ എഴുതിയ കൂട്ടുകാർക്ക് ഒരു 2 മാർക്ക് വെറുതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ എന്നുള്ളത് മിസ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കത്ത് എഴുതുന്ന സമയത്ത് നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ. അതായത് നമ്മൾ മുകളിലായിട്ട് നമ്മൾ എന്ത് എഴുതണം മക്കളെ? ഏതാണ് സ്ഥലം എന്നുള്ളതും ഡേറ്റ് ഏതാ എന്നുള്ളതും നമ്മൾ എഴുതണം. സ്ഥലവും അതുപോലെ തന്നെ തീയതിയും നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. മനസ്സിലായോ മക്കളെ? അപ്പം നിങ്ങൾക്ക് എന്താണോ കത്തുള്ളത്, ഏത് സിറ്റുവേഷൻ അനുസരിച്ചാണോ കത്ത് തന്നിട്ടുള്ളത്, തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ആ സ്ഥലം ഏതാ എന്നുള്ളത് മക്കൾ എഴുതുക. അതുപോലെ തന്നെ ഡേറ്റ് ഏകദേശം എത്രയായിരിക്കും എന്നത് നോക്കിയിട്ട് അതും എഴുതുക. അപ്പോൾ ഇത് എഴുതിയ മക്കൾക്ക് അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മറക്കരുത്, കത്ത് എഴുതാൻ പറയുമ്പോൾ സ്ഥലവും തീയതിയും ആദ്യം മക്കൾ എഴുതണം. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഇതായത്. നോക്കിക്കേ മക്കളെ, പ്രിയ സുഹൃത്തുക്കളെ. ഇവിടെ ഇപ്പം മറ്റുള്ള ജീവികളെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പുതുവത്സരം ആഘോഷിക്കാനായിട്ട് ക്ഷണിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് പ്രിയ സുഹൃത്തുക്കളെ എന്ന് എഴുതിയത്. ഇനി നിങ്ങൾ അപ്പുവിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് കത്ത് എഴുതുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? പ്രിയപ്പെട്ട അപ്പുവിനെ എന്ന് എഴുതാം. മനസ്സിലായോ മക്കളെ? അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് നമ്മുടെ എക്സാമിന് വാല്യൂ ചെയ്യുന്നൊരു പോയിൻ്റാണ്. അതുപോലെ തന്നെ കത്തിൻ്റെ അവസാനം സ്നേഹത്തോടെ ചിമ്പൻ കരടി അല്ലേ, മഞ്ഞണിക്കാട് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ആരാണ് കത്ത് എഴുതിയത് എന്നതാണ് അല്ലേ. അപ്പം എഴുതിയ ആളുടെ പേര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? താഴെ എഴുതുന്നുണ്ട്. അതും മക്കൾ എന്ത് ചെയ്യുക? എഴുതി വെച്ചോളാം.
മനസ്സിലായോ മക്കളെ? അപ്പോൾ കത്ത് തയ്യാറാക്കുന്ന സമയത്ത് ഈ ഉള്ളിലുള്ള കാര്യങ്ങൾ എഴുതാൻ കുറച്ച് പ്രയാസമാണെങ്കിലും മക്കൾ എന്ത് ചെയ്യണം? ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 മാർക്കിൽ ഒരു 2 മാർക്കോളം നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി ഒരു 1-2 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ? അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട്. നോക്കിക്കേ മക്കളെ, മഞ്ഞണിക്കാട് 1/1/2026 അല്ലേ? പ്രിയ സുഹൃത്തുക്കളെ, മഞ്ഞണിക്കാട്ടിലെ എല്ലാ മൃഗങ്ങളും ചേർന്ന് പുതുവത്സരം ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആഘോഷം മഞ്ഞണിക്കാട്ടിലെ വലിയ വൃക്ഷത്തിനടുത്ത് രാവിലെ 10 മണിക്ക് നടത്തുന്നതാണ്. അന്ന് പാട്ടും നൃത്തവും കളികളും ഉണ്ടായിരിക്കും. എല്ലാവരും സ്നേഹത്തോടെ എത്തി ആഘോഷത്തിൽ പങ്കെടുക്കണം. പങ്കാളികളാകും എന്ന പ്രതീക്ഷയോടെ കത്ത് നിർത്തുന്നു. സ്നേഹത്തോടെ ചിമ്പൻ കരടി, മഞ്ഞണിക്കാട്. കണ്ടോ മക്കളെ? അപ്പോൾ മഞ്ഞണിക്കാട്ടിലെ മൃഗങ്ങളെയെല്ലാം ക്ഷണിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കത്തിപ്പം തയ്യാറാക്കിയിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ? അപ്പോൾ ഇത്തരത്തിൽ മക്കൾ എന്ത് ചെയ്യുക? ഒരു കത്ത് തയ്യാറാക്കാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, എല്ലാവരും ചെയ്യല്ലോ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. ഇതും കൂട്ടുകാർക്ക് എക്സാമിന് എപ്പോഴും കണ്ടുവരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. വായിക്കാം എഴുതാം എന്നത്. കൂട്ടുകാർക്ക് വായിക്കാനായിട്ട് ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വിവരണമോ അല്ലെങ്കിൽ ഒരു കഥയോ അങ്ങനെ എന്തെങ്കിലും തരും. എന്നിട്ട് അത് നന്നായിട്ട് വായിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 5 ചോദ്യത്തിനും ഉത്തരം നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു പാരഗ്രാഫിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ മക്കൾക്ക് ഈസി ആയിട്ട് 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യനാണ്. മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗം ഒരു 2 പ്രാവശ്യം മക്കൾ വായിച്ചു നോക്കുക. ആദ്യം ഒറ്റ പ്രാവശ്യം വായിക്കുക. അതിനുശേഷം മക്കൾക്ക് ചോദ്യങ്ങൾ 5 തന്നിട്ടുണ്ടായിരിക്കില്ലേ? ചോദ്യങ്ങൾ 5 വായിച്ചതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരിക്കൽ കൂടി ആ ഭാഗം വായിക്കുക. അപ്പം മക്കൾക്ക് മനസ്സിലാവും ഏത് ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ന ഭാഗത്തു നിന്നാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെൻസിലിനോട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പാരഗ്രാഫ് വായിക്കാം. നോക്കിക്കേ, പുതുവത്സരാഘോഷത്തിന് എന്തായാലും നല്ലൊരു സദ്യ വേണം. സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാവർക്കും കൂടി കൊണ്ടുവരാം. കുറുമ്പനാന പറഞ്ഞു. ആഘോഷ ദിവസം ജമ്പുകുരങ്ങൻ വലിയൊരു വാഴക്കുലയുമായി വന്നു. സുന്ദരിക്കാക്ക വാഴയില കൊണ്ടുവന്നു. ലാലുമുയൽ ഉരുളക്കിഴങ്ങും തക്കാളിയും പാലുമായി വന്നു. വെണ്ടയ്ക്കയും വഴുതനയും ശർക്കരയും പരിപ്പും സഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന കിട്ടനാടിൻ്റെ ഗമ ഒന്ന് കാണേണ്ടത് തന്നെ. അങ്ങനെ സദ്യയ്ക്കാവശ്യമായ സാധനങ്ങൾ എല്ലാമായി ചിമ്പൻ കരടി സദ്യ ഒരുക്കാൻ തുടങ്ങി. അരി വെന്തു, പായസം തിളച്ചു, കാട്ടിലാകെ നല്ല മണം പരന്നു. സിംഹരാജനെ കാണുന്നില്ലല്ലോ, ലാലുമുയൽ സങ്കടത്തോടെ പറഞ്ഞു. ഓക്കെ മക്കളെ, അപ്പോൾ എന്താ നമുക്ക് അവിടെ വായിക്കാനായിട്ട് തന്നിട്ടുള്ളത്? പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യാണ്? സദ്യ ഒരുക്കുകയാണല്ലേ. അപ്പോൾ സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാണ്? കാട്ടിലുള്ള ഓരോരുത്തരും അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ജമ്പുകുരങ്ങൻ വാഴക്കുല കൊണ്ടുവന്നു, സുന്ദരിക്കക്ക വാഴയില കൊണ്ടുവന്നു, ലാലുമുയൽ ഉരുളക്കിഴങ്ങും തക്കാളിയും പാലും കൊണ്ടുവന്നു. കിട്ടനാടനാണെങ്കിൽ വെണ്ടയ്ക്കയും വഴുതനയും ശർക്കരയും പരിപ്പും ഒക്കെ കൊണ്ടുവന്നു അല്ലേ. അങ്ങനെ ചിമ്പൻ കരടി സദ്യ ഒരുക്കാനായിട്ട് തുടങ്ങിയില്ലേ. അങ്ങനെ അരിയും വെന്തു, പായസവും തിളച്ചു, കാട്ടിലാകെ മണം പരന്നിട്ടും ആരെ കാണുന്നില്ല? സിംഹരാജനെ കാണുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലാലുമുയലിന് സങ്കടമായില്ലേ. അപ്പോൾ സങ്കടത്തോടെ അവൻ പറയുകയാണെന്ത്? സിംഹരാജനെ കാണുന്നില്ലല്ലോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗം അല്ലേ. ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് ചോദ്യം ഇതാണ്. മഞ്ഞണിക്കാട്ടിൽ എന്ത് ആഘോഷിക്കാനാണ് മൃഗങ്ങൾ തീരുമാനിച്ചത്? എന്താഘോഷിക്കാനാണ് മക്കളെ? പുതുവത്സരം ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജീവികൾ കൊണ്ടുവന്ന സാധനങ്ങളിൽ സാമ്പാറിന് ആവശ്യമായ ഏതൊക്കെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ കുറേ സാധനങ്ങൾ ജീവികൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് മക്കളെ? അവിടെയുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് എഴുതാം അല്ലേ. വാഴക്കുല, ഉരുളക്കിഴങ്ങ്, തക്കാളി, വെണ്ട, വഴുതന, പരിപ്പ് അല്ലേ തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് സാമ്പാറിലോട്ട് ആവശ്യമായിട്ടുള്ളതാണ് അല്ലേ. അടുത്തത്, വാഴക്കുലയുമായി വന്നത് ആരാണ് മക്കളെ? നമുക്ക് പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ, ആഘോഷ ദിവസം ജമ്പുകുരങ്ങൻ വലിയൊരു വാഴക്കുലയുമായി വന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആരാണ് വാഴക്കുല കൊണ്ടുവന്നത്? ജമ്പുകുരങ്ങനാണ്. അതവിടെ എഴുതണം. അടുത്തത്, കിട്ടനാട് സഞ്ചിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത്? അതും നമുക്കിവിടെ പറയുന്നുണ്ട്. നോക്കിക്കേ, വെണ്ടക്കയും വഴുതനയും ശർക്കരയും പരിപ്പും സഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന കിട്ടനാടിൻ്റെ ഗമയൊന്ന് കാണേണ്ടത് തന്നെ
തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിട്ടനാട് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളില്ലേ. ഓക്കെ, നമുക്ക് എവിടെ നിന്ന് കിട്ടി മക്കളെ ആൻസർ? നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലേ, 1 മാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഓക്കെ, അടുത്തത് ലാല് മൊയിലിന് സങ്കടം വരാൻ കാരണമെന്ത്? എന്താണ് മക്കളെ? അതും നമുക്ക് തന്നിട്ടുണ്ട്. സിംഹരാജനെ കാണുന്നില്ലല്ലോ അല്ലേ, ലാല് മൊയിൽ സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ്? സിംഹരാജനെ കാണാത്തത് കൊണ്ടാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതിനെല്ലാമുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെയുണ്ട്? നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഭാഗത്തിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക് കിട്ടി. ഓക്കെ, ഈസി ആണല്ലോ മക്കളെ. ഇനി അടുത്തൊരു ഭാഗം നോക്കിക്കേ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിനൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ. കൂട്ടുകാർക്ക് മന്ത്ലി വെറും 100 രൂപയ്ക്കായിരിക്കും അടുത്ത അധ്യയന വർഷം ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനും മന്ത്ലി 100 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. പ്രവർത്തനം 5 തരംതിരിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. നോക്കിക്കേ, ആഘോഷത്തിന് ശേഷം മൃഗങ്ങളെല്ലാം നാടു കാണാനിറങ്ങി. പട്ടണത്തിലെത്തിയ അവർ കണ്ട ചില വാഹനങ്ങൾ നോക്കൂ, സവിശേഷതകൾക്കനുസരിച്ച് പട്ടികപ്പെടുത്തൂ. അപ്പോൾ അവർ കണ്ടിട്ടുള്ള വാഹനങ്ങളുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. അത് നമുക്ക് ഏതൊക്കെ വാഹനങ്ങളുണ്ടെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഓട്ടോറിക്ഷ, അതുപോലെ ബസ്, സൈക്കിൾ, ജീപ്പ്, കാറ്, കാളവണ്ടി. ഇത്രയും എന്താണ് വാഹനങ്ങളാണ് അവർ പട്ടണത്തിൽ കണ്ടിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പം ഈ വാഹനങ്ങളെ സവിശേഷതകൾക്കനുസരിച്ച് പട്ടികപ്പെടുത്താനായിട്ട് പറയുന്നുണ്ട്. നോക്കിക്കേ മക്കളെ, ഒരു കാര്യം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങളില്ലേ. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? അടുത്തത് എന്ത് കൊടുക്കാം? ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, തന്നിട്ടുള്ളവയിൽ ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങളാണ് ഓട്ടോറിക്ഷ, ബസ്, ജീപ്പ്, കാറ് തുടങ്ങിയ വാഹനങ്ങളിലെ ഇന്ധനം ആവശ്യമില്ലാത്തവയാണ് സൈക്കിള്, അതുപോലെ തന്നെ കാളവണ്ടി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പം ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എക്സാം ആകുമ്പോഴേക്കും ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് കൂട്ടുകാർക്ക് ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ തന്നെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ഏതാ എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ, അടുത്തൊരു പ്രവർത്തനമാണ്, 6ാമത്തെ പ്രവർത്തനമാണ് തിരഞ്ഞെടുക്കാമെന്നത്. നോക്കിക്കേ മക്കളെ, പട്ടണത്തിൽ ജമ്പു കുരങ്ങൻ കണ്ട ചില വാക്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയിപ്പ് ബോർഡിൽ എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മക്കളെ? വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഏതൊക്കെയാണ് മക്കളെ? ഒന്ന്, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. അത് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ അഥവാ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ മക്കളെ? യെസ് ആണ് അല്ലേ. അടുത്തത് നിശബ്ദത പാലിക്കുക. അത് നമ്മുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണോ മക്കളെ? അത് നമുക്ക് പൊതുവായിട്ട് പറയാവുന്ന കാര്യമാണ്. നമ്മുടെ വ്യക്തി ശുചിത്വത്തിൽ അത് നമുക്ക് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ, 2 നേരം പല്ല് തേക്കുക. അത് നമ്മുടെ വ്യക്തി ശുചിത്വമല്ലേ മക്കളെ, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമാണ് അല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ, ഭക്ഷണത്തിന് മുമ്പും പിമ്പും കയ്യും വായും കഴുകുക. അതും എന്താണ്? നമ്മുടെ വ്യക്തി ശുചിത്വത്തിൽ ഉൾപ്പെടുന്ന ഒരു അറിയിപ്പാണ് അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, വീടും പരിസരവും വൃത്തിയാക്കുക. അത് നമ്മുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, നമ്മുടെ പരിസര ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ടിക്ക് ചെയ്തിട്ടുള്ള 3 എണ്ണമാണ് നമ്മുടെ പേഴ്സണൽ ഹൈജീനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, 2 നേരം പല്ല് തേക്കുക, ഭക്ഷണത്തിന് മുമ്പും അതുപോലെ തന്നെ പിമ്പും കയ്യും വായും കഴുകുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വ്യക്തി ശുചിത്വം. നോക്കിക്കേ മക്കളെ, അപ്പോൾ അത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത 3 എണ്ണം എഴുതാനായിട്ട് 3 അറിയിപ്പ് ബോർഡുകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അത് മക്കൾ അവിടെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അതിൽ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്. വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി ചെയ്യേണ്ട മറ്റൊരു കാര്യം താഴെ കാണുന്ന അറിയിപ്പ് ബോർഡിൽ എഴുതുക. വ്യക്തി ശുചിത്വം പാലിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ദിവസവും കുളിക്കുക, അതുപോലെ നഖം മുറിക്കുക. മനസ്സിലായോ മക്കളെ? വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ഇതൊക്കെ എന്താണ്? വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും മക്കൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കുക, ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചു നോക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ഭാഗവുമായിട്ട് വീണ്ടും കാണാം.